പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. പാട്ട് നമുക്ക് വീക്കെൻഡ്സ് പാടുവോ? കുറച്ചൊക്കെ. ആ, അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. പ്ലീസ് പാടി. കൊള്ളാം. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞ എല്ലാ മാർക്കും ഉള്ളൊരു സുഖടി. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊക്കെ പോരെ. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്, പുല്ല് വില. ലെവൻ പാടുന്നു, നീ പാടുപെടും. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ. എന്തിനാടാ കൊന്നിട്ട്? നീ വിഷമിക്കാണ്ടിരിക്കും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഈ മാധവ് സുരേഷിനുണ്ടല്ലോ എയറിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പൊ യോഗം ഉണ്ടെന്ന് തോന്നില്ല. ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ചലച്ചിത്ര ഗാന ലോകത്തിന് വേണ്ടി നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവനെയൊക്കെ കൊന്നുകളഞ്ഞേക്ക്. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല ഡയലോഗ് പറഞ്ഞ ശേഷം നേരെ ബഹിരാകാശത്തേക്ക് ഒരു പോക്കായിരുന്നു. സ്വാഭാവികം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ട്രോളുകൾ, മീമുകൾ, അങ്ങനെ. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ ട്യൂബിന്റെ കാറ്റ് ഞാൻ അഴിക്കും. എന്നിട്ട് അവന്റെ കബറിന്റെ മേളിൽ എഴുതിയും വെക്കണം, അവന്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി. കഴിഞ്ഞ ദിവസം കൊണ്ട് മിൽമേൻ ട്രോളുന്ന കണ്ടു. ഇപ്പൊ തൃശൂർ സിറ്റി പോലീസും ആ ട്രോളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമുക്കിവിടെ വെച്ച് അന്തസ്സായിട്ട് കൈകൊടുത്ത് പിരിയാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.